ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, മഴ പെയ്യുവാൻ ചാൻസ് ഉണ്ട്. എത്ര ചാൻസ് ഉണ്ട്? 1/2 ചാൻസ് ഉണ്ട്. എന്താണ് 1/2 ചാൻസ് ഉള്ളൂ? കാരണം എന്താണ് 1/2 ചാൻസ്? ഹാഫ് ചാൻസ് മഴ പെയ്യാനും ഹാഫ് ചാൻസ് മഴ പെയ്യാതിരിക്കാനും, അല്ലേ? ഹാഫ് ചാൻസ് മഴ പെയ്യാനും ഹാഫ് ചാൻസ് മഴ പെയ്യാതിരിക്കാനും, അങ്ങനെയല്ലേ? യെസ്. ഇപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിക്കാനായിട്ടൊരു ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, ഞാനൊരു കോയിൻ ടോസ് ചെയ്യുവാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്? ഒരു ഹെഡ് കിട്ടണം. എന്താണ് പ്രോബബിലിറ്റി? നമുക്കറിയാം, കോയിന് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. കോയിന് ഹെഡ് ആൻഡ് ടെയിൽ, ഹെഡ് ഉണ്ട് ടെയിലുണ്ട്. 2 ഫേസസ് ആണ് ഉള്ളത്, അല്ലേ? നമുക്ക് എന്താണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താണ്? എന്ത് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എങ്ങനെ വീഴണം? ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത് ഹെഡ് വരിക എന്നുള്ളതാണ്, അല്ലേ? ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? ഹെഡും വരാം ടെയിലും വരാം. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്, അതാണ് എ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം ആണെന്ത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നതാണ്. ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതാണ് ഫേവറബിൾ ഔട്ട്കം. നമുക്കിവിടെ ഹെഡ് അല്ലേ കിട്ടേണ്ടത്? വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്നാണ്. ഹെഡ് കിട്ടാനുള്ള ഔട്ട്കം. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് 1 ടൈംസ് അല്ലേ വീഴുള്ളൂ. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം 1 ആണ്. ഇനി ടോട്ടൽ എത്ര രീതിയിൽ വീഴാം, എത്ര സൈസിൽ വീഴാം? ഹെഡ് വീഴാം, ടെയിൽ വീഴാം, അങ്ങനെ 2 ടൈപ്പിൽ വീഴാം. ടോട്ടൽ ഔട്ട്കം 2 ആണ്. അപ്പോൾ 1/2 ഈസ് ദി പ്രോബബിലിറ്റി. കണ്ടോ? 1/2 ഈസ് ദി പ്രോബബിലിറ്റി. നമുക്കറിയാം, ഡൈസ് അറിയാമോ? ഡൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഡൈസ് ഈ പാമ്പും കോണി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കാറുണ്ടല്ലേ. സ്നേക്ക് ആൻഡ് ലാഡർ എന്നല്ലേ പറയുന്നത്, പാമ്പും കോണി. അതിനകത്ത് എന്താണ്? ഒരു ഡോട്ട് 2 3 അങ്ങനെ 6 ഡോട്ട്സ് വരെ ഉണ്ട്, അല്ലേ? 6 ഫേസസ് ഉണ്ട്. ഡൈസിന് എന്തുണ്ട്? ഫേസസ് 6 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ 1 ആണെങ്കിൽ സെക്കൻഡ് ഫേസിൽ 2, തേർഡിൽ 3, 4, 5, 6 അങ്ങനെ എന്താണ്? ഡോട്ടുകൾ ഉണ്ടാവും. അതാണ് ഡൈസ്. നമ്മൾ ഡൈസ് ഇങ്ങനെ ഇടും. ഡൈസ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ 1 വീഴും, ചിലപ്പോൾ വീഴുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കാം, ചിലപ്പോൾ 6 ആയിരിക്കും. അങ്ങനെ അതാണല്ലോ ഡൈസ് എന്ന് പറയുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ എ ഡൈ ഈസ് ടോസ്റ്റ്, ഒരു ഡൈ ഞാൻ ഇടുവാണ്. വെൻ എ ഡൈ ഈസ് ടോസ്റ്റ്, ഒരു ഡൈ ഇടുവാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്? വാട്ട് ഈസ് ദി probability of getting a number less than 5? A number less than 5. ഇപ്പോൾ ഡൈ നമ്മളിങ്ങനെ ടോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കിട്ടേണ്ട സാധനം എന്താണ്? 5നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പർ വരണം. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? ടോട്ടൽ ഡൈ ഇട്ട് കഴിഞ്ഞാൽ 6 ടൈപ്പിൽ വീഴും, അല്ലേ? 6 ടൈപ്പിൽ വീഴും. അതാണ് ടോട്ടൽ ഔട്ട്കംസ്. ഈ മുകളിൽ നമ്മൾ ഡിനോമിനേറ്റർ ആണ് ടോട്ടൽ ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താണ്? 5ൽ ലെസ് ദാൻ ആയിട്ടുള്ള നമ്പർ വരണം. അപ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. 5 വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1, 2, 3, 4 ഔട്ട്കംസ് ആണ് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ 4 എഴുതി. 4/6 ആണ് പ്രോബബിലിറ്റി. ഇത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എന്താക്കാം? 2/3 ആകാം. 2/3 ഈസ് ദി പ്രോബബിലിറ്റി. അപ്പോൾ ലെസ് ദാൻ 5 വരാനുള്ള പ്രോബബിലിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. 1 കോയിൻ 1 ഡൈ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. When 2 coins are tossed, 2 കോയിൻ ടോസ് ചെയ്യുവാണ്. ആർ ടോസ്റ്റ്.
Find the probability of getting. എന്തൊക്കെ പ്രോബിലിറ്റി കാണണം? ഫസ്റ്റ് പ്രോബിലിറ്റി എ ഹെഡ്, ഒരു ഹെഡ് വരണം, ഓൺലി വൺ ഹെഡാണ്, അതാണ് എ ഹെഡ്. ബി ടു ഹെഡ്സ്, ടു ഹെഡ്സ് വരണം. സി ഓൺലി എ ഹെഡ് എന്നുള്ള ഓൺലി വൺ ഹെഡ് എന്നാക്കാം, സോറി ഓൺലി വൺ ഹെഡ്. ടു ഹെഡ്സ് സി. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്. അറ്റ് മോസ്റ്റ് വൺ ഹെഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഡിഫറെൻറ്റ്. When two coins are tossed, find the probability of getting a. Only one head. ഒരേ ഒരു ഹെഡ് വരാവുള്ളൂ. അപ്പോൾ ടു കോയിൻസ് ഇടുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട്? നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് നോക്കാം. ടോട്ടൽ ഔട്ട്കംസ് എത്ര ഔട്ട്കംസ് ഉണ്ട്? അവിടെ എച്ച് എന്ന് വരാം. ഓക്കെ. പിന്നെ എച്ച് ടി വരാം, യെസ്. ടി എച്ച് വരാം, യെസ്. ഇനി സോറി ടി എച്ച് വരാം, പിന്നെ ടി വരാം. ഇങ്ങനെ ടു ഔട്ട്കംസ് ഉണ്ട് അല്ലേ? ടു ഔട്ട്കംസ് ഉണ്ട്. ഈ ടോട്ടൽ ഔട്ട്കംസ് ആണ് ഒരു ഫോർമുല ഉണ്ട്. ഇതാണ് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഔട്ട്കംസ് എഴുതണമെന്നില്ല, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. ടോട്ടൽ ഔട്ട്കംസ് ആണെങ്കിൽ ഇതിൽ എത്ര ഫേസ് ഉണ്ട്? ഈ ഇങ്ങനെ ടോസ് ചെയ്യുന്നതിന് എത്ര ഫേസ് ഉണ്ടെന്ന് നോക്കാം. ഫേസ് റൈസ് ടു നമ്പർ ഓഫ് ടോസസ്. ഫേസ് റൈസ് ടു നമ്പർ ഓഫ് ടോസസ് എന്നാണ് അതിൻ്റെ ഫോർമുല. അതാണ്, അത് എളുപ്പത്തിലൊക്കെ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ ടു കോയിൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ഒരു കോയിന് ടു ഫേസ് ആണുള്ളത്. എത്ര കോയിൻസ് ഇടുന്നു? ടു കോയിൻസ്. അപ്പോൾ 2/2, 4 ഔട്ട്കംസ്. 3 കോയിൻസ് ഇട്ടാലോ 2/3. അപ്പോൾ 8 ഔട്ട്കംസ് വരും. അപ്പോൾ നമ്മൾ ഡൈ ഇടുവാണ്. ഡൈ ഇടുമ്പോൾ 2 ഡൈ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് വരും? 2 ഡൈസ് ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് എന്ന് പറയുന്നത് 6 ആണ് ഫേസ് അല്ലേ? ഡൈസിന് 6 ഫേസസ് ആണുള്ളത്. അങ്ങനെ 2 ഡൈസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ 2, ദാറ്റ് ഈസ് 6 × 6, ദാറ്റ് ഈസ് 36. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് കാണാനുള്ള ഒരു ഫോർമുല മനസ്സിലായില്ലേ? ടോട്ടൽ ഔട്ട്കംസ് കാണണമെങ്കിൽ ഫേസ് റൈസ് ടു നമ്പർ, അത് എത്ര എണ്ണമാണ് ടോസ് ചെയ്യുന്നത്. 1 ആണെങ്കിൽ 1 ഇടുക, 2 ആണെങ്കിൽ 2 ഡൈസ് ആണെങ്കിൽ 2 ഡൈസ് ഇടുക. ഓക്കെ. ഇനി നമുക്കിനി ഈ ക്വസ്റ്റ്യനിലോട്ട് തന്നെ വരാം. അപ്പോൾ എന്താണ് ഇവിടെ ടോട്ടൽ ഔട്ട്കംസ് കാണാം. 2 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസസ് 2, ഒരു കോയിന് 2 കോയിൻസ് ഉണ്ട്. അപ്പോൾ 2/4 ഔട്ട്കംസ് വന്നു. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് വന്നു. നമുക്ക് ഓരോ പ്രോബബിലിറ്റി ആയിട്ട് കാണാം. ഫസ്റ്റ് പ്രോബബിലിറ്റി, വാട്ട് ഈസ് ദി ഫസ്റ്റ് പ്രോബബിലിറ്റി? ഓൺലി വൺ ഹെഡ്, ഒരു ഹെഡ് മാത്രമേ പാടുള്ളൂ. ഓൺലി വൺ ഹെഡ്. ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇത് പറ്റില്ല. ഓൺലി വൺ ഹെഡ്, യെസ്, ഓൺലി വൺ ഹെഡ്. അങ്ങനെ 2 ഔട്ട്കംസ് ആണുള്ളത്. അപ്പോൾ ആ പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഫസ്റ്റ് കേസിൽ പ്രോബബിലിറ്റി ആണെങ്കിൽ ഇവിടെ എന്താണ്? 2 ഔട്ട്കംസ് ആണുള്ളത് ഫേവറബിൾ ആയിട്ടുള്ള. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണെന്നാണ് പറഞ്ഞത്? 1, 2, 3, 4. 1, 2, 3, 4, 4. ദാറ്റ് ഈസ് 1/2. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ഹെഡ്, ഓൺലി വൺ ഹെഡ് ഇട്ടാണുള്ള 1/2, ഹാഫ് പ്രോബബിലിറ്റി ആണുള്ളത്. 4 ടൈപ്സിൽ വീഴും, അതിനകത്ത് 2 ടൈപ്സിൽ 1 ഹെഡിലാണ് വീഴുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ ഔട്ട്കംസ് താഴെ എഴുതാം 4. 2 ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇത് 1, ഓൺലി 1 ഉള്ളൂ. ഇത് 2 ഹെഡ്സ് ആണ്. ഇപ്പോൾ 1/4. തേർഡ് വൺ, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് വാട്ട് യു മീൻ ബൈ അറ്റ്ലീസ്റ്റ് 1 ഹെഡ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡെങ്കിലും വേണം. 1 ഹെഡ് ആവാം, ഹെഡ് ഇല്ലാതെ വരരുത്. 2 ഹെഡ് ആയാലും കുഴപ്പമില്ല, യെസ്, 2 ഹെഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഹെഡ് വരിക, അതും എടുക്കാം, ആ ഔട്ട്കമ്മും എടുക്കാം. 2 ഹെഡ് വരാം. 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 ഹെഡ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്.
ഒരു ഹെഡെങ്കിലും വേണം. 2 ഹെഡായാലും കുഴപ്പമില്ല, പക്ഷെ ഹെഡ് ഇല്ലാതിരിക്കരുത്, അത്രേ പറഞ്ഞുള്ളൂ. 3 ഹെഡായാലും കുഴപ്പമില്ല, എന്തായാലും 3 ഹെഡ് ഇവിടെ വരില്ല, 2 ഡൈസ് അല്ലേ ടോസ് ചെയ്ത്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ്. 2 ഹെഡായാലും കുഴപ്പമില്ല, 1 ഹെഡായാലും കുഴപ്പമില്ല. അപ്പോൾ 1 ഹെഡ് 2 ഹെഡ്, ഈ 3 പ്രോബബിലിറ്റി എടുക്കാം അറ്റ്ലീസ്റ്റ് 1 ഹെഡിൽ. അപ്പോൾ 3 ടോട്ടൽ 4 ആണല്ലോ, 4. യെസ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡെങ്കിലും വേണം. ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, 2 ഹെഡ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ 3 കേസസും എടുത്ത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. മനസ്സിലായില്ലേ? 3/4. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ കൂടിയാൽ, അറ്റ്മോസ്റ്റ് പോയാൽ കൂടിയാൽ ഒരു 1 ഹെഡ് വരാവുള്ളൂ. 1 ഹെഡിൽ കൂടുതൽ വരരുത്. അപ്പോൾ 1 ഹെഡ് വരാം, ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 1 ഹെഡിൽ കൂടരുത്, അത് മാത്രമാണ് കണ്ടീഷൻ. ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1 ഹെഡാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ 1 ഹെഡിൽ മുകളിൽ പോകരുത്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ഇവിടെയും 4 ആണ്, 2 ഡൈസ് ഇടുന്ന കാരണം, 2 കോയിൻസ് ഇടുന്ന കാരണം. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ 1 ഹെഡുള്ള കേസ് എടുക്കാം, 1 ഹെഡുള്ള കേസ് എടുക്കാം. ഹെഡ് ഇല്ലാത്ത കേസ് എടുക്കാം. 2 ടൈലായാലും അറ്റ്മോസ്റ്റ് 1 ഹെഡായി. ഹെഡ് 1ൽ കൂടരുത്, ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1, 2, 3, അതും 3. കണ്ടോ? ഇതൊക്കെയാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അതേ മോഡൽ കുറേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സബ് ക്വസ്റ്റ്യൻസ് ഉള്ള ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടുതൽ, പ്രോബബിലിറ്റി കൂടുതൽ എന്ന് പറയാം അല്ലേ? അത് തന്നെ. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു പ്രോബ്ലം തരാം. തേർഡ് പ്രോബ്ലം. വെൻ 2 dice are tossed. 2 die ആണ് ടോസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, ഈ പറയുന്ന പ്രോബബിലിറ്റി എല്ലാം കാണും. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എന്ന് പറയുന്നത് a sum 6, b എന്ന് പറയുന്നത് a doublet, c a sum which is a prime number. ഇതാണ് ക്വസ്റ്റ്യൻ. When 2 dice are tossed, what is the probability of getting a sum 6, a doublet, a sum which is a prime number? നമുക്കൊന്ന് എഴുതി നോക്കിയാലും കുഴപ്പമില്ല. ഇതിൻ്റെ എഴുതി നോക്കാം, ആ ഔട്ട്കംസ് എഴുതി നോക്കാം. എങ്ങനെയൊക്കെയാണ് ഔട്ട്കംസ്? ഡൈ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് ഡൈ. 6 ഫേസസ് ആണ്. അപ്പോൾ ഫേസസ് റൈസ് ടു നമ്പറാണ്. 6 ഫേസസ് ആണ് നമ്പർ, 2 ഡൈസാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? 36 ഐറ്റംസ് വരും. അപ്പോൾ 36 ഐറ്റവും വെറുതെ എഴുതണോ? വേണ്ട. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് നമ്പർ ഓഫ് എസ് എന്ന് പറയും. ടോട്ടൽ ഔട്ട്കംസ് 36 വരും. ആ 36 ഇവിടെ എഴുതുക എന്ന് പറയുന്നത് അത്ര നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് എന്താണോ ചോദിക്കേണ്ടത് അത് ആ ഔട്ട്കംസ് മാത്രം എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സം 6. എ സം 6 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 6 വരണം, അത്രേ ഉള്ളൂ. ആഡ് ചെയ്യുമ്പോൾ 6 വരണം. നമുക്ക് ആ പ്രോബബിലിറ്റി ഒന്ന് എഴുതി നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 6 വരണം. 1 വന്നാൽ 5 വന്നാൽ 6 വരും. ഓക്കെ, ഇനി 1 ഒന്നും വരില്ല. 2 വന്നാലോ? 4 വന്നാൽ 6 വരും. 3 വന്നാൽ 6 വരും. ആഡ് ചെയ്യുമ്പോൾ 6 വരണമെന്നല്ലേ പറഞ്ഞത്. 4 വന്നാൽ 2 വരും. ഇങ്ങനെ ഓർഡറിൽ എഴുതി പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 5 വന്നാൽ 1 വരും. 6 വന്നാൽ പറ്റില്ല. 6 വന്നാൽ 0 എന്ന് പറയുന്നത് ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. എ സം 6 വരാനുള്ള ഔട്ട്കംസ് 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എന്ത് എഴുതാം?
ഫേവറബിൾ ഔട്ട്കംസ് 1 2 3 4 നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഫേവറബിൾ ഔട്ട്കംസ് 1 2 3 4 5 ടോട്ടൽ ഔട്ട്കംസ് 36 ആണ്. നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 36. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ബി, സെക്കൻഡ് ക്വസ്റ്റിനിലോട്ട് പോവാം. എ ഡബ്ലറ്റ് മീൻസ് വാട്ട് ഇസ് ഡബ്ലറ്റ്? 1 1 2 2 3 3 4 4 5 6 അല്ലേ, അതാണ് ഡബ്ലറ്റ്. എ ഡബ്ലറ്റ്. അപ്പോൾ ഇതാണ് ഡബ്ലറ്റ്. നമുക്ക് എഴുതി നോക്കാം. 1 1 2 2 ഇങ്ങനെ ബ്രാക്കറ്റ് ഇടണമെന്നില്ല. 3 3 4 4 5 5 6 6. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എഴുതി നോക്കാം. പ്രോബബിലിറ്റി നമ്പർ ഓഫ് എ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏതാണ്, ഡബ്ലറ്റിൽ വേണ്ടത്, അതാണ് ഫേവറബിൾ ഔട്ട്കം. ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താണ്? 1 2 3 4 5 6 6 ആണ്. ടോട്ടൽ ഔട്ട്കംസോ 36. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, 6 കൊണ്ട് കട്ട് ചെയ്യാം. 1/6 ഈസ് ദി പ്രോബബിലിറ്റി. കണ്ടോ, 1/6 ഈസ് ദി പ്രോബബിലിറ്റി. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ് അല്ലേ. ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? എ സം വിച്ച് ഈസ് എ പ്രൈം നമ്പർ. ഒരു സം പറയണം, അത് പ്രൈം നമ്പർ ആയിരിക്കണം. എ സം പ്രൈം നമ്പർ. സം കാണുമ്പോൾ അത് പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ 1 ആണെങ്കിൽ പ്രൈം നമ്പർ ആണെങ്കിൽ 1 1 1 വന്നാൽ 2 പ്രൈം നമ്പർ ആണല്ലോ. യെസ്. ഇനി 1 ആണെങ്കിൽ പിന്നെ എന്ത് പറയുക, 1 ആണെങ്കിൽ 2 വന്നാൽ പ്രൈം നമ്പർ ആണല്ലോ. 3 പ്രൈം നമ്പർ. സമ്മ് പ്രൈം നമ്പർ ആണ്. യെസ്. ഇനി 1 ആണെങ്കിൽ 3 വന്നാൽ 4 വരും, പറ്റില്ല. 4 വന്നാൽ 5 വിച്ച് ഈസ് എ പ്രൈം നമ്പർ. യെസ്, 1 5. ഇനി 1 5 ആണെങ്കിൽ പറ്റില്ല, 6 ആയി പോകും സമ്മ്. 1 6 ആകുമ്പോൾ 7 പ്രൈം നമ്പറാണ്. യെസ്, 1ൻ്റെ കാറ്റഗറി തീർന്നു. പ്രൈം നമ്പർ ആവണമെന്നല്ലേ പറഞ്ഞു, 1ൻ്റെ കാറ്റഗറി തീർന്നു. അടുത്ത് 2 വന്നാലോ? 2 1 3. ഓക്കെ, 2 2 പറ്റില്ല, 4 വരും. 2 3 പറ്റും, 6. 2 4 പറ്റില്ല, 6 വരും. 2 5 പറ്റും, 7. 2 6 പറ്റില്ല, പ്രൈം നമ്പർ വരില്ല. 2ൻ്റെ കാറ്റഗറി തീർന്നു. കണ്ടോ, 3യുടെ കാറ്റഗറി 3 1 4 പറ്റും, പറ്റില്ല. 3 2 5. ഓക്കെ, ശരിയാണ്. 3 3 6 വരും, പറ്റില്ല. 3 4 7 വരും, പ്രൈം നമ്പറാണ്. യെസ്. 3 5 8 ആണ്, പറ്റില്ല. 3 6 9 ആണ്. 9 ഒരു ഓഡ് നമ്പറാണ്, പക്ഷെ പ്രൈം നമ്പർ അല്ല. 3യുടെ കേസും തീർന്നു. ഇനി 4 വന്നാൽ 4 1 5 ആണ്. ഓക്കെ, 4 2 6 ആണ്, പറ്റില്ല. 4 3 7 ആണ്, പറ്റും. 4 4 8 പറ്റില്ല. 4 5 9 പറ്റില്ല. 4 6 10 അത് പറ്റില്ല. 4 കഴിഞ്ഞു. കണ്ടോ, 4 കഴിഞ്ഞു. ഇനി അടുത്തതാണ് 5 നോക്കാം. 5 1 6 പറ്റില്ല. 5 2 7 പറ്റും. 5 3 8 പറ്റില്ല. 5 4 9 പറ്റില്ല. 5 5 10 പറ്റില്ല. 5 6 പറ്റും. 5 6 11 ആണ്, പറ്റും. യെസ്. നെക്സ്റ്റ് 6 1 7 പറ്റും. 6 2 പറ്റില്ല. 6 3 9 പറ്റില്ല. 6 4 10 പറ്റില്ല. 6 5 11 വരും. 6 5 ആകുമ്പോൾ സമം പറ്റും. 6 6 പറ്റില്ല. ഇതാണ് ഫേവറബിൾ ഔട്ട്കംസ്. അപ്പോൾ നമ്പർ ഓഫ് എ എന്ന് എഴുതാം. ഫേവറബിൾ ഔട്ട്കംസ് ഇതാണ്. ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 36 അല്ലേ. പ്രോബബിലിറ്റി എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഈസ് നമ്പർ ഓഫ് എ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം, ദാറ്റ് ഈസ് 15/36. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് അറിയാലോ. നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ സം
ഈ ഡൈ ഇടുമ്പോൾ ഡൈ ഇപ്പോൾ 1 നിന്നു, ഡൈ പിന്നെ 2 എന്ന് വീഴുന്നു. ആ നമ്പേഴ്സ് കൂട്ടുമ്പോൾ അതിൻ്റെ സമ്മ് എന്തായിരിക്കണം? അതിൻ്റെ സമ്മ് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. ഇപ്പോൾ 1ൻ്റെ നമ്മൾ 1 മുതൽ തുടങ്ങുകയാണ്. 1 പറ്റുമോ എന്ന് നോക്കും, പറ്റും. 1 2 3 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 1 3 പറ്റില്ല. 1 2 3 ആയതുകൊണ്ട് കുഴപ്പമില്ല. 1 3 പറ്റില്ല, 4 വരും, പറ്റില്ല. അപ്പോൾ അങ്ങനെ സമ്മ് വരുമ്പോൾ നമ്മൾ പ്രൈം നമ്പർ വരുമോ നോക്കും. ചിലപ്പോൾ സമ്മ് കാണുമ്പോൾ അത് ഈവൻ നമ്പർ ആയിരിക്കും, അത് പറ്റില്ല. ചിലപ്പോൾ ഓഡ് നമ്പർ മാത്രമായിരിക്കും, പ്രൈം നമ്പർ ആയിരിക്കില്ല, അതും എടുക്കില്ല. അങ്ങനെ നമ്മൾ 6 വരെ എഴുതി നോക്കി. ആദ്യം 1ൽ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ നോക്കി. പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 3ൽ സ്റ്റാർട്ട് ചെയ്തു, 4ൽ സ്റ്റാർട്ട് ചെയ്തു, 5ൽ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതാവുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഓർഡറിൽ എഴുതി വെച്ചാൽ തെറ്റിപ്പോകും. നമുക്കൊരു എപ്പോഴും ഒരു പ്രത്യേക ഓർഡർ വേണം. വേറെ ഏതെങ്കിലും രീതിയിലെ ഓർഡറൊക്കെ എഴുതി വെച്ചാൽ തെറ്റിപ്പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ 15 ആണെന്ന് മനസ്സിലായി. ടോട്ടൽ ഔട്ട്കംസ് ആണെങ്കിൽ 36 ആണെന്ന് ഓൾറെഡി അറിയാം. 2 ഡൈസ് ആകുമ്പോൾ 36 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്ത് എഴുതി? 15/36. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 15/36. നിങ്ങൾ ടീച്ചർ ഫേവറബിൾ ഔട്ട്കംസ് ഒക്കെ പറഞ്ഞതിന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. നമുക്ക് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ, അതാണ് ഫേവറബിൾ ഔട്ട്കം. ഇപ്പോൾ ഈവൻ നമ്പർ വരുന്നുണ്ടെങ്കിൽ ഈവൻ നമ്പറാണ് ഫേവറബിൾ ഔട്ട്കം. ഓഡ് നമ്പർ വരുന്നതാണെങ്കിൽ ഓഡ് നമ്പറാണ് ഫേവറബിൾ ഔട്ട്കം. മനസ്സിലായില്ലേ? ഇവിടെ സമ്മ് പ്രൈം നമ്പർ വരണം, അതാണ് ഫേവറബിൾ ഔട്ട്കം. അപ്പം അങ്ങനെ നോക്കണം. ടോട്ടൽ ഔട്ട്കംസ് കാണാൻ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു തന്നു. ഈ ഇടുന്നത് എന്താണോ, ഇങ്ങനെ ടോസ് ചെയ്യുന്നത് എന്താണോ അതിൻ്റെ ഫേസ് റൈസ് ടു അതിൻ്റെ നമ്പർ, ടോട്ടൽ ഔട്ട്കംസ് കിട്ടും. അല്ലാണ്ട് ടോട്ടൽ ഔട്ട്കംസ് എല്ലാം എഴുതി നോക്കരുത്. എഴുതി വെക്കൊന്നും പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. മനസ്സിലായി? അത് എഴുതി ചുമ്മാ വെറുതെ എഴുതി വെക്കിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെയാണ് അത് ചെയ്യുക. ഓക്കെ, നമ്മളിൻ്റെ കാർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഈ പാട്ടിൽ. കാർഡ് ശരിക്കും പഠിക്കുക. കാർഡ് എങ്ങനെയൊക്കെയാണ് ശരിക്കും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പാട്ടിൽ നമ്മൾ കാർഡിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഈ കാർഡിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറയാം. നമുക്ക് കാർഡിൽ 52 കാർഡ്സ് ആണുള്ളത് അല്ലേ? 52 കാർഡ്സ് ആണുള്ളത്. ഇതിൽ റെഡ് കാർഡ്സ് എന്ന് പറയുന്നത് 26. ബ്ലാക്ക് കാർഡ്സ് എന്ന് പറയുന്നതും 26. അങ്ങനെയാണ് 52 വന്നത്. ഓക്കെ, ഇതിലെന്തുണ്ട്? കിങ്, ക്വീന്, ജാക്ക്. ആസ്, കിങ്, ക്വീന്, ജാക്ക്. പിന്നെ 10 9 8 7 6 5 4 3 2. ഇതാണ് കാർഡ്സ്. 1 2 3 4 5 6 7 8 9 10 11 12 13 ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഹാർട്ടുണ്ട്. ഇതാണ് ഹാർട്ട്. ഇത് പറയുന്ന ഹാർട്ട് കാർഡ്. ഇത് റെഡാണ്. ഹാർട്ട് റെഡാണ്. ഹാർട്ടിൻ്റെ റെഡ് കാർഡ് ഇങ്ങനെ 13 ഉണ്ട്. ടോട്ടൽ 13. ഓക്കെ, ഹാർട്ട് കഴിഞ്ഞ പിന്നെ എന്താണ്? ക്ലബ്ബാണ്. ക്ലബിൻ്റെ എന്താണെന്ന് അറിയാമോ? ഹാർട്ട് റെഡാണ്, ക്ലബ്ബ് ബ്ലാക്കാണ്. ഇതുപോലെ തന്നെ 13 ഉണ്ട്. ഓക്കെ, പിന്നെ ഡയമണ്ട് ആണുള്ളത്. ഡയമണ്ട് റെഡാണ്. അതും 13 ഉണ്ട്. പിന്നെയുള്ള സ്പെയ്ഡാണ്. ഇങ്ങനെ സ്പെയ്ഡ് എന്ന് പറയും. സ്പെയ്ഡാണ്. അതും ബ്ലാക്കാണ്. അതും 13 ഉണ്ട്. അങ്ങനെയാണ് 52 ആണ്. അപ്പോൾ ബ്ലാക്ക് അതാണ്. ഹാർട്ട് ബ്ലാക്ക് ആണല്ലേ? ഹാർട്ട് ബ്ലാക്കാണ്. ഡയമണ്ട് ബ്ലാക്കാണ്. എന്നാൽ ക്ലബ്ബ് ബ്ലൂ ആണ്. സ്പെയ്ഡും ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടുമാണ് ബ്ലാക്ക്. ഇത് രണ്ടും ബ്ലാക്കാണ്. ബ്ലാക്ക് 26. റെഡോ? ഇത് രണ്ടുമാണ് റെഡും 26. മനസ്സിലായല്ലോ? യെസ്. ഇനി വേറൊരു കാറ്റഗറിയാണ് കിങ്. ഈ കിങ് എന്ന് പറയുന്ന ഈ 4 കാറ്റഗറീസിനും കിങ് ഉണ്ട്. അതാണ് 4. കിങ് 4 ഉണ്ട്. അതിനകത്ത് 2 ബ്ലാക്കാണ്. 2 ബ്ലാക്കാണ് കിങ്. 2 എന്താണ്? റെഡാണ്. വൈ? ഈ കിങ് എന്ന് പറയുന്നത്
ഹാർട്ടിൻ്റെ കിങ്ങും വരാം, റെഡിൻ്റെ കിങ്ങും വരാം. അപ്പോൾ റെഡ് ആയിരിക്കും. ഡയമണ്ടിൻ്റെ കിങ്ങും വരാം. ഹാർട്ടിൻ്റെ കിങ്ങും വരാം, ഡയമണ്ടിൻ്റെ കിങ്ങും വരാം. അത് റെഡ് ആയിരിക്കും. ഈ ക്ലബിൻ്റെ കിങ്ങും സ്പേഡിൻ്റെ കിങ്ങും വന്നത് ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ. അതുപോലെ ക്വീനും ഉണ്ട്. എത്രയുണ്ട്? ക്വീനും 4 ഉണ്ട്. അത് 2 ബ്ലാക്ക്, അതും 2 ബ്ലാക്കാണ്, 2 റെഡാണ്. അറിയാലോ. ഡയമണ്ടിൻ്റെ ആണ് റെഡ്, ഹാർട്ടിൻ്റെ റെഡ്, ക്ലബും സ്പേഡും ബ്ലാക്ക്, ക്വീൻ. അതുപോലെ ജാക്കുമുണ്ട് 4 കാർഡ്സ്, അതും 2 ബ്ലാക്കാണ്, 2 ബ്ലാക്കാണ്, 2 റെഡാണ്. പിന്നെ ആസ് കാർഡ് എന്ന് പറയും. ആസ് കാർഡും ഉണ്ട് എന്ത്? 4 എണ്ണം. അത് 2 ബ്ലാക്ക് ആയിരിക്കും. സ്പേഡ് ആസും ക്ലബ് ആസും ബ്ലാക്ക് ആയിരിക്കും. ഹാർട്ടും ഡയമണ്ടും എന്തായിരിക്കും? റെഡ് ആയിരിക്കും. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറീസും പഠിച്ചാലാണ് നമുക്ക് ഈ കാർഡ്സിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നാളത്തേക്ക് അടുത്ത പാട്ട് ഞാൻ ഇടുമ്പോഴത്തേക്കും പഠിച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. നമുക്കറിയാം ടോട്ടൽ കാർഡ്സ് 52, ബ്ലാക്ക് കാർഡ്സ് 26, റെഡ് കാർഡ്സ് 26, കിങ്സ് 4 ഉണ്ട് അല്ലേ? 2 റെഡ് 2 ബ്ലാക്ക്. ക്വീനും 4 ഉണ്ട്, 2 റെഡ് 2 ബ്ലാക്ക്. ഡയമണ്ട് ജാക്ക് 4 ഉണ്ട്, 2 റെഡ് 2 ബ്ലാക്ക്. സ്പേഡും 4 ഉണ്ട്, 2 റെഡ് 2 ബ്ലാക്ക്. അതുപോലെ തന്നെ ഹാർട്ടിന് 13 കാർഡ്സ് ഉണ്ട്. ഹാർട്ടിൽ ക്ലബിലുമുണ്ട് ഒരു 13, ഡയമണ്ടിലും 13 ഉണ്ട്, പിന്നെയോ സ്പേഡിലും 13 ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ പിക്ചറുള്ള കാർഡ്സ് കിങ് 4 ഉണ്ട്, ക്വീന് 4 ഉണ്ട്, ജാക്ക് 4 ഉണ്ട്, സ്പേഡ് 4 ഉണ്ട്. മനസ്സിലായല്ലോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പെട്ടെന്ന് ആൻസർ പറയാം. ടോട്ടൽ കാർഡ് 52, ബ്ലാക്ക് കാർഡ് 26, റെഡ് കാർഡ് 26, കിങ് 4, ബ്ലാക്ക് കിങ് 4, റെഡ് ക്വീൻ ആണോ? ബ്ലാക്ക് കിങ് 2 ആണ്. റെഡ് കിങ് 2, റെഡ് കിങ് 2. വിച്ച് ആർ ദേ? ഹാർട്ട് കിങ് ആൻഡ് ഡയമണ്ട് കിങ്. സ്പേഡ് കാർഡ്സ് എത്ര ഉണ്ട്? സ്പേഡ് കാർഡ്സ് 13, ഡയമണ്ട് കാർഡ്സ് 13. ഓക്കെ. സ്പേഡ് കാർഡ്സ് ബ്ലാക്ക് ആണോ റെഡ് ആണോ? സ്പേഡ് കാർഡ്സ് ബ്ലാക്ക് ആണ്. ഹേർട്ട് കാർഡ്സ് റെഡ് ആണ്. ഹാർട്ട്സ് ടോട്ടൽ എത്രയുണ്ട്? 13 ഉണ്ട്. കണ്ടോ? എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഇത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. അപ്പോൾ അടുത്ത പാട്ടിടാം.